ഇന്ന് മൊത്തത്തിൽ പണി കിട്ടിയ ഒരു ദിവസത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. എനിക്ക് കോഴിക്കോട് വെച്ചിട്ട് ഒരു എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും ഏട്ടനുമാണ് പോകുന്നത്. കുഞ്ഞുനെ വീട്ടിൽ അച്ഛൻ്റെ അമ്മേൻ്റെ അടുത്തും ആക്കി. അപ്പം ഞങ്ങൾ മാത്രം ആയതുകൊണ്ട് തന്നെ ബൈക്കിലാണ് പോയത്. അപ്പോൾ വെളുപ്പിനെ കുളിച്ച് റെഡിയായി സുന്ദരിയായി മേക്കപ്പൊക്കെ ഇട്ട് ഇറങ്ങിയതും ദേ കിടക്കുന്നു മഴ. അങ്ങനെ ഇടയ്ക്ക് നിർത്തിയാണ് പോയത്. അതുകൊണ്ട് തന്നെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം രാവിലെ 6 മണിക്കാണ് നമുക്ക് ട്രെയിൻ. അപ്പോൾ ട്രെയിൻ എത്തുന്നതിന് മുന്നേ നമുക്ക് എത്താൻ പറ്റുമോ ഇല്ലേ എന്നൊക്കെ ഉള്ളൊരു ടെൻഷനായിരുന്നു. പക്ഷെ കറക്റ്റ് സമയത്തിന് തന്നെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. നമുക്ക് ഇവിടുന്ന് ആലുവയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 3/4 മണിക്കൂറോളം ഉണ്ട്. പക്ഷെ നമ്മളവിടെ എത്തിയത് 1.5 മണിക്കൂർ കൊണ്ടാണ്. അതാണ് ഇത്രയും ടെൻഷൻ അടിച്ചത്. എന്നിട്ട് ഇതേ ട്രെയിനൊക്കെ കയറി അടിപൊളിയായിട്ട് ഞങ്ങൾ സീറ്റൊക്കെ നോക്കി സീറ്റിലൊക്കെ കറക്റ്റായിട്ട് തന്നെ ഇരുന്നു. അപ്പോൾ ഉണ്ടടാ അടുത്ത പണി വരുന്നത് വേറൊന്നുമല്ല, ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തത് മാറിപ്പോയി. അതായത് ഇന്നത്തെ ദിവസമാണ് പോകേണ്ടത് എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത് വന്നത് അടുത്ത മാസത്തേക്കാണ്. അപ്പോൾ ഞങ്ങൾ ഭയങ്കര ടെൻഷനായിപ്പോയി. അതുപോലെ തന്നെ ടിക്കറ്റ് ഇല്ലാണ്ടാണ് ട്രെയിനിലോട്ട് കയറിയത്. അപ്പോൾ ദേ ഫൈനും അടിച്ച് കിട്ടി. അങ്ങനെ മൊത്തത്തിൽ എന്താ പറയുക 3G ആയൊരു ദിവസമായിരുന്നു ഇന്നത്തത്. എക്സാമും കൂടെ ആയതുകൊണ്ട് അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ട്. എന്താകും ഏതാകും എന്നൊരു ഐഡിയ ഇല്ല. എക്സാം എനിക്ക് ഉച്ചയ്ക്ക് ശേഷം ഒരു 3 മണിക്ക് ശേഷമാണ് എക്സാം വരുന്നത്. അപ്പോൾ ദേ കോഴിക്കോട് നമ്മൾ എത്തി ദേ സ്റ്റെപ്പ് റെയിൽവേ സ്റ്റേഷൻ്റെ ആ സ്റ്റെപ്പ് ഇങ്ങനെ കയറിയത് അവിടെ ഞാൻ ദേ കിടക്കുന്ന ടിം താഴെ വീണിട്ട് അങ്ങനെ എന്താ പറയുക, എനിക്കിന്ന് എന്തോ ഒരു വല്ലാത്തൊരു ദിവസമായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഓട്ടോറിക്ഷയൊക്കെ പിടിച്ചിട്ട് നേരെ മാർക്കറ്റ് സൈഡിലോട്ടാണ് വന്നേക്കുന്നത്. ഞങ്ങൾ രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ ഏതോ ഒരു ചാമ്പ്യൻസ് ഹോട്ടലുണ്ട്, അവിടെ നല്ല അടിപൊളി ഫുഡാണെന്നൊക്കെ ഏട്ടൻ ഭയങ്കരമായിട്ട് റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു. എന്നാൽ പിന്നെ അങ്ങോട്ടേക്ക് എന്നെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതുവഴി ഇങ്ങനെ നടക്കുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര സ്മെല്ലാണ് കേട്ടോ. എന്ത് സ്പൈസസിൻ്റെ സ്മെല്ലാന്ന് തോന്നുന്നുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ പഴയ കോഴിക്കോട് അങ്ങാടി നമ്മൾ സിനിമയിലൊക്കെ അല്ലെങ്കിൽ സീരിയലിലും സിനിമയിലും ഒക്കെ കണ്ട ആ കോഴിക്കോട് കണ്ടതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കോഴിക്കോട് ഇങ്ങനെ നടന്ന് കാണുന്നത്. നമ്മളല്ലാണ്ട് ട്രെയിനിലും ബസ്സിലും ഒക്കെ എന്താ പറയുക റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും ഒക്കെ വന്ന് നിൽക്കുന്നതല്ലാണ്ട് ആദ്യമായിട്ടാണ് സ്ട്രീറ്റുകൾ ഇങ്ങനെ നടന്ന് കയറി കാണുന്നത്. അങ്ങനെ ഞങ്ങൾ ഏകദേശം ഒരു 3 കിലോമീറ്ററോളം നടന്നിട്ട് ഞങ്ങൾ പോയത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗൂഗിൾ മാപ്പൊക്കെ ഇട്ടിട്ടാണ് പോയത്. ഒരു പേടി ഉണ്ടായിരുന്നു ഗൂഗിൾ മാപ്പ് നമ്മളെ ചതിക്കോ എന്നുള്ളത്. പക്ഷേ കറക്റ്റായിട്ട് ഡെസ്റ്റിനേഷനിൽ ഞങ്ങളെ കൊണ്ട് എത്തിച്ചു. ഏട്ടനാണ് കൂടുതലായിട്ടും എക്സൈറ്റഡ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മളിതാ വെയിറ്റിംഗ് ആണ്. നല്ല തിരക്കായിരുന്നു. രാവിലെ തന്നെ അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞത് പൊറോട്ടയും ബീഫും പിന്നെ ഇവിടുത്തെ മെയിൻ ഐറ്റം ഉണ്ട് ബീഫ് വരട്ടിയത്. പക്ഷേ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും അത് തീർന്നു പോയി. ഏകദേശം ഞങ്ങൾ അവിടെ എത്തുന്നത് ഒരു 8 മണിക്കാണ്. പക്ഷേ ആ 8 മണിക്ക് ഈ ബീഫ് വരട്ടിയത് കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ ചിക്കൻ പെരട്ടാണ് പറഞ്ഞത്. പിന്നെ അഫ്കോഴ്സ് പൊറോട്ടയും പറഞ്ഞു. പിന്നെ ഇവിടുത്തെ മെയിൻ ഐറ്റം ആണ് നമ്മൾ പഴംപൊരിയും ബീഫും. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും പഴംപൊരിയുടെ കൂടെ കഴിക്കുന്ന ആ സാധനമാണ് തീർന്നു പോയത്. പിന്നെ അവർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് അതിൻ്റെ ഗ്രേവിയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ പൊന്നെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. നിങ്ങൾ ഒരു തവണയെങ്കിലും ഇവിടെ വന്നിട്ട് ഈ പഴംപൊരിയും ബീഫും അതുപോലെ തന്നെ പൊറോട്ടയും കഴിച്ചു നോക്കണം. അടിപൊളി സാധനമായിരുന്നു. പിന്നെ ഒരു ചായയും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അടിപൊളി എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോഴും ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോഴത്തേക്കും കൊതി വരുന്നുണ്ട് അത് കാണുമ്പോൾ. നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ നിങ്ങൾ എൻ്റെ മുഖം ശ്രദ്ധിക്കേണ്ട, അത് വേറൊന്നും കൊണ്ടല്ല, ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് വന്നതിൻ്റെ ആ ഒരു ക്ഷീണമാണ് കാണുന്നത്. പിന്നെ രാവിലെ മഴയും കൂടെ നനഞ്ഞല്ലോ, അപ്പോഴത്തേക്കും ഇട്ട മേക്കപ്പൊക്കെ ഒലിച്ചു പോയി. അതാണ് സംഭവം. അങ്ങനെ പ്രഭാത ഭക്ഷണം മൃഷ്ടാനം ഭോജിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി ഞാൻ നിങ്ങൾക്ക് കട കാണിച്ചു തരാം. കുറ്റിച്ചിറ ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് ഈ ചാമ്പ്യൻസ് റെസ്റ്റോറൻറ്റ് വന്നേക്കുന്നത്. ഇവിടെ മിക്കവരും രാവിലത്തെ ഈ പൊറോട്ടയും ബീഫും അകത്താക്കാൻ വേണ്ടി വരുന്നതാണ് ഗൈസ്. അങ്ങനെ ഇനി ഞങ്ങൾ നേരെ ബീച്ചിലോട്ടാണ് പോകുന്നത്. അങ്ങനെയാണ് ആദ്യം വിചാരിച്ചിരുന്നത്. പക്ഷെ അവിടുത്തെ വെയിൽ എൻ്റെ പൊന്നെ ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ഒന്നാമത് മുഖമൊക്കെ ഭയങ്കര ഡള്ളായിട്ടാണ് ഇരിക്കുന്നത്. ഇനി ബീച്ചിലും കൂടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം എൻ്റെ മുഖം നന്നായിട്ട് കറക്കും. പിന്നെ നമ്മൾ വെറുതെ എന്തിനാ റിസ്ക് എടുക്കാൻ നിൽക്കുന്നത്. അതുകൊണ്ട് നമ്മൾ നേരെ മിഠായി തെരുവിലോട്ടാണ് പോയത്. വേട്ടൻ ഇങ്ങനെ വാതോരാണ്ട് പറയുന്നുണ്ട് മിഠായി തെരുവിൽ അതുണ്ട് ഇതുണ്ട് കുറേ കാണാനുണ്ട് എന്നൊക്കെ. എന്നാൽ പിന്നെ അതൊന്ന് പോയി കാണണമെന്ന് ഞാനും
വിചാരിച്ചു. നമ്മൾ ഇങ്ങനെ കറങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത് വേറെ ഒന്നും കൊണ്ടല്ല, ഈ എക്സാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 3 മണിക്ക് ശേഷമാണ്. അപ്പോൾ അത്രയും നേരം നമുക്ക് എക്സാം സെൻറ്ററിൽ പോയിട്ട് ഇരിക്കാനുള്ള ഓപ്ഷനും ഇല്ല. അപ്പോൾ രാവിലെ നേരത്തെ വന്നതുകൊണ്ട് തന്നെ നമ്മൾ കുറേ സമയം ഇവിടെ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പോൾ നമ്മളൊരു ഫിലിമിനൊക്കെ കയറിയിട്ടൊക്കെ പോകണമെന്നാണ് വിചാരിച്ചത്. പിന്നെയും വിചാരിച്ചു വേണ്ട, മിഠായി തെരുവിൽ തന്നെ കുറച്ച് നേരമൊക്കെ ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് 3 മണിയൊക്കെ ആകും. നടന്നൊക്കെ ആണല്ലോ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എൻ്റർ ചെയ്തപ്പോൾ എനിക്ക് എന്താണെന്നറിയില്ല, ഒരു വല്ലാത്തൊരു ഫീലായിരുന്നു. എല്ലാ കടകളും എന്നെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വാങ്ങണം ഇത് വാങ്ങണമെന്നൊക്കെ. പ്രത്യേകിച്ച് ഈ കമ്മലിൻ്റെ സെക്ഷൻ കാണുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഭ്രാന്താണ്. എനിക്ക് ഭയങ്കര ക്രേസുള്ള ഒരു സംഭവമാണ് ഈ ഇയറിങ്സ്, പ്രത്യേകിച്ച് ഈ ലോങ് ഇയറിങ്സ്. അങ്ങനെ അവിടുന്ന് കമ്മലൊക്കെ വാങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഹൽവ വാങ്ങാൻ വേണ്ടി വന്നേക്കുവാണ്. ഈ കടയിൽ തന്നെ ഒരു സ്പെഷ്യൽ ഐറ്റം ഞാൻ കണ്ടു. ഇതിനവർ ലക്ഷദ്വീപ് സ്വീറ്റൊന്നോ അങ്ങനെ എന്തോ ഒരു പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് പെട്ടെന്ന് അത് ഓർമ്മ കിട്ടുന്നില്ല. അതുപോലെ തന്നെ എങ്ങനെയാണിത് കഴിക്കുന്നതെന്നൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നത്. എന്നിട്ട് ഒരു സാമ്പിളും കൂടി തന്നു. കഴിച്ചു നോക്കി ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അതൊരു 4-5 എണ്ണമൊക്കെ വാങ്ങി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി നേരെ ഒരു മോളിലോട്ടാണ് വന്നേക്കുന്നത്. പ്രത്യേകിച്ച് നമുക്ക് വീണ്ടും ഒന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് മോളൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. നല്ല രാവിലെ ആയതുകൊണ്ട് തന്നെ ഒരു ഷോപ്പും ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ മുകളിൽ പോയി എന്തെങ്കിലും ഫണ്ണായിട്ടുള്ള ഗെയിംസ് ഒക്കെ ഉണ്ടോയെന്ന് നോക്കി, അവിടെയും ഒന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ടും ഏട്ടൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക്, എനിക്കിന്ന് എക്സാമിന് പോകണമെന്ന് നിർബന്ധമുണ്ടോ, നമുക്ക് കോഴിക്കോടൊക്കെ ഫുള്ളൊന്ന് കറങ്ങിയിട്ട് ഒരു സിനിമയൊക്കെ കണ്ടിട്ട് നേരെ വീട്ടിൽ പോയാൽ പോരെയെന്ന്. പക്ഷെ ഞാൻ പറഞ്ഞു നോ, എന്തായാലും നമ്മൾ എക്സാമിന് വന്നതാണ്, അപ്പോൾ നമ്മൾ അതിന് പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതിനെ എന്നെ ഇങ്ങനെ കളിയാക്കിക്കൊണ്ട് നിൽക്കുന്നതാണ്. പിന്നെ വേറെ ഫുഡൊന്നും കഴിക്കാനുള്ളൊരു മൂഡൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മോളിൽ നിന്ന് തന്നെ നമ്മളൊരു ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിച്ചതിന് ശേഷം നേരെ എക്സാം സെൻറ്ററിലോട്ട് പോയി. നമുക്കിവിടെ നിന്ന് ഏകദേശം ഒരു 3/4 മണിക്കൂറോളം ട്രാവൽ ഉണ്ടായിരുന്നു എക്സാം സെൻറ്ററിലോട്ട്. അങ്ങനെ പിന്നെ എക്സാമൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം 6 മണിക്ക് ശേഷമാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.